അയ്യോ കറണ്ട് പോയി. ഇങ്ങനെ കറണ്ട് വന്നു. കറണ്ട് പോകാതിരുന്നാൽ മതിയെ, നമുക്ക് പെട്ടെന്ന് അടുത്ത് വായിക്കാം. ഡിയർ ആര്യ, ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ആതിര ഇതുപോലെ ജീവനോടില്ല, ഞാൻ ഓർക്കുന്നുണ്ട്. ഡിയർ ആര്യ മോൾ. ഓക്കെ, എന്തോ മോളെ, ഓർമ്മയുടെ ഓളങ്ങൾ ഒത്തുചേരുന്ന ഈ മണിച്ചെപ്പിൽ മുത്തുകൾ വാരി നിറയ്ക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആര്യമോൾക്ക് എനിക്ക് വയ്യ, എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ ഡി. അടുത്തത് ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. ഇഷ്ടപ്പെടുന്ന ഓർമ്മകൾ ഒരിക്കലും നഷ്ടമാകും. ആ നഷ്ടപ്പെടുന്ന ഓർമ്മകളിൽ ഇഷ്ടമുള്ള ഒന്നാകട്ടെ ഞാനും എൻ്റെ ഓർമ്മയും. അങ്ങനെയൊന്നും ഇല്ല, ഇന്ന് കട്ട ചങ്കായിട്ട് കൂടെ ഉണ്ട് എൻ്റെ ഡോക്ടർ മോൾ. അവളിപ്പോൾ ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. അടുത്തത് ഡിയർ ഓടച്ചേച്ചിക്ക്. ആര്യ ചക്ക, എനിക്ക് വയ്യ, എൻ്റെ പേരാണ് ഓടച്ചേച്ചി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ടൈമിൽ അവിടെ അടുത്തൊരു ഓടയിൽ വീണായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പെണ്ണെന്നെ എപ്പോഴും ഓടച്ചേച്ചി അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. പിന്നെ എന്താ വേള ചക്ക എന്ന് വിളിക്കുന്നുണ്ട്. ചക്ക എന്തിനാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ആർക്കും ആരെയും സ്നേഹിക്കാം, സ്നേഹിച്ചാൽ മറക്കരുത്, മറന്നാൽ ഓർക്കരുത്, ഓർത്താൽ ദുഃഖിക്കരുത്. കിളി പോകുന്നല്ലോ. ആർക്കും ആരെയും സ്നേഹിക്കാം, സ്നേഹിച്ചാൽ മറക്കരുത്, ഓക്കെ മറക്കരുത്, മറന്നാൽ ഓർക്കരുത്. മറന്നാൽ പെട്ടെന്ന് വായിക്കുന്നുണ്ടായിരിക്കും, കൺഫ്യൂഷൻ ആവുന്നു. ഡിയർ ആര്യ, ഫ്രണ്ട്ഷിപ്പ് ഈസ് എ സിൽവർ ഷിപ്പ്, ലവ് ഈസ് എ ഗോൾഡൻ ഷിപ്പ്, ബട്ട് ദി റിയൽ ഷിപ്പ് ഈസ് ഫ്രണ്ട്ഷിപ്പ്. ഓ ഓക്കെ. ഡിയർ ഫ്രണ്ട്, ആകാശത്ത് നക്ഷത്രങ്ങൾ എത്ര പൊട്ടി വിരിഞ്ഞാലും സൂര്യനേക്കാൾ ശോഭ അവയ്ക്കൊന്നും ഇല്ല. അതുപോലെ എന്നിലേക്ക് എത്ര മിത്രങ്ങൾ കടന്നു വന്നാലും അത് നിനക്ക് പകരമാവുകയില്ല. ഒരു ഐഡിയ ഇല്ല കേട്ടോ, ഈ ഒരു കുട്ടിയെക്കുറിച്ചിട്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഡിയർ ആര്യ, ആർ ഫോർ റെഡ്, റെഡ് ഫോർ ഹാർട്ട്, ഹാർട്ട് ഫോർ ലവ്, ലവ് ഫോർ യു, യു യു ആർ മൈ ഗുഡ് ഫ്രണ്ട്. ഇന്ന് അവൾ പറയുന്ന സെൻറ്റൻസ് ആണ് യു ആർ മൈ ഗുഡ് ഫ്രണ്ട് എന്ന്, ഇത്ര വർഷങ്ങളായിട്ട്. ഓക്കെ. ഡിയർ ആര്യ, വിളക്കിലെ ദീപം പോലെ വീണയിലെ നാദം പോലെ എന്നും മണിയാതിരിക്കട്ടെ നമ്മുടെ ഈ സൗഹൃദം, എന്നും മണിയാതിരിക്കട്ടെ നമ്മുടെ ഈ സൗഹൃദം. ഓക്കെ. ഇന്നും അരുവിൽ വിരിയുന്ന പൊന്നമ്പലയാണ് നമ്മൾ ഫസ്റ്റ് വായിച്ചാണല്ലോ. ഇവൾ രണ്ടാമതൊന്നും കൂടി എഴുതി. ഇത് 6 വർഷത്തെ ഇണക്കത്തിനും പിണക്കത്തിനും ഒടുവിൽ ഇതാ നാം പിരികയായി, ഓർക്കണേ വല്ലപ്പോഴും. ഓർക്കുന്നുണ്ടടി. എൻ്റെ ആര്യയ്ക്ക് ബെസ്റ്റ് ഓഫ് ലക്ക്. ജസ്റ്റ് വെറുതെ അവളിങ്ങനെ, ഇത് അവളെപ്പോൾ എഴുതിയെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് പേപ്പറില്ല കേട്ടോ. ടു മൈ ഡിയർ ആര്യക്കുട്ടി, യു ആർ സോ സ്വീറ്റ്, ഐ ലവ് യു, ഐ മിസ് യു. എന്നെ മറക്കരുത്. ഇല്ല മോളെ, വിശാല മനസ്സേ, വിദൂര മനസ്സേ, വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. ശരിയുടെ വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. അവളിപ്പോൾ ഇവിടെ ഒന്നുമില്ല, നാട്ടിലേ ഇല്ല. എന്ന് കാണാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല. എൻ്റെ ഹൃദയത്തിൽ വന്നു ചേർന്ന വനശലഭമാണ്. ഇതൊരു പാട്ട് പോലെ ഉണ്ടല്ലോ. എൻ്റെ പൊക്കളിലെ തേന്ന് വന്നിട്ട് പോവുകയാണോ നീ. മൗനം വീട്ടിയ സ്നേഹഗാഥ പോലെ പരിശുദ്ധമാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. 7ാം കടലിനക്കരെ ആയാലും മായാതെ നിൽക്കട്ടെ നമ്മുടെ ഈ സൗഹൃദം. ഐ ലവ് യു സോ മച്ച്, ലവ് യു ടു ഡി. എൻ്റെ ഒരു ചങ്കാണേ. ഇത് വലിയ രസമാണല്ലോ. കഴിഞ്ഞ കാലങ്ങൾ പൊഴിഞ്ഞിലകളായി മാറുമ്പോൾ പുതിയ ജീവിതത്തിൻ്റെ തളിരുകൾ കിളിർക്കുന്നു. അനന്തരമായി ജീവിതത്തിൻ്റെ വഴിയോരങ്ങളിൽ നിറയെ നമ്മുടെ സുഹൃത്ത് ബന്ധത്തിൻ്റെ സ്നേഹപ്പൂക്കൾ വിരിയട്ടെ. WC അയക്കണം, വെഡിങ് കാർഡ് അയക്കണം. അയച്ചു. DC പത്രത്തിൽ വായിച്ച് ചിരിച്ചോളാം, പാർട്ടി നടത്തിക്കോളാം. ഭർത്താവുമൊത്ത് ഭാരതപ്പുഴയുടെ തീരത്തിരുന്ന്, എനിക്ക് തോന്നുന്നു അന്നത്തെ സമയത്ത് ഈ ഒരു സെൻറ്റൻസ് കൂടുതലായിരുന്നെന്ന് തോന്നുന്നു. ഭാരതത്തെ പറ്റി പറയുമ്പോൾ ഭാരതത്തിൻ്റെ പെരുപ്പം കൂടി ഓർക്കണേ. അടുത്തെന്തോ, ഇന്ന് വിരിയുന്ന പൂക്കൾ നാളെ പൊഴിയും, എന്നാൽ നമ്മുടെ സൗഹൃദം ഒരിക്കലും പിരിയില്ല. കറക്റ്റ്. ഇന്നും ഞങ്ങൾ നല്ലതായിട്ട് മിണ്ടുകയും കാര്യം പറയുകയെല്ലാം ചെയ്യുന്നുണ്ട്. മൈ ഡിയർ ആര്യ, അമേരിക്കൻ ഗേളിൻ്റെ ചായയുള്ള നിനക്ക്, ചുരുണ്ട ഹെയർ ഇഴയുള്ള നിനക്ക്, ഇപ്പോൾ സ്ട്രെയിറ്റ് ആയി, വണ്ണമുള്ള സ്കിന്നുള്ള നിനക്ക്, ഇപ്പോൾ അത്ര വണ്ണമില്ല, സ്മാൾ മങ്കിയുടെ ലുക്കാണ്. ഈ സത്യം പറഞ്ഞത് കൊണ്ട് എന്നെ ശപിക്കരുത്, പരിഹാരം മറക്കരുത് എന്നെ. ഓക്കെ 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 ഇല്ലടി, മറക്കത്തില്ല. ഞാൻ വലിയ കാര്യത്തിൽ വായിച്ചു വന്നതാണ്. പുള്ളിക്കാരൻ്റെ മൊത്ത് പുള്ളി സാരി കൊടുത്ത് പള്ളിയിൽ പോകുമ്പോൾ പിള്ളേരെ എടുക്കാൻ മറക്കല്ലേ. ഇത് ആ ഒരു സമയത്ത് ഫേമസ് തന്നെ കേട്ടോ. പുള്ളിക്കാരൻ്റെ മൊത്ത് പുള്ളി സാരി കൊടുത്ത് പള്ളിയിൽ പോകുമ്പോൾ പിള്ളേരെ എടുക്കാൻ മറക്കല്ലേ. കല്യാണത്തിന് വിളിച്ചാൽ വരാം, കല്യാണത്തിന് വിളിച്ചില്ലെങ്കിൽ നെഹി. ഓ ഒരു ഐഡിയ ഇല്ല ഇവളെക്കുറിച്ച്. ഞാൻ ഒരിക്കലും ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു 2-3 വർഷത്തിന് മുമ്പാണെന്ന് കണ്ടു. മൈ ഡിയർ ഫ്രണ്ട്, ഇല കൊഴിയും ശിശിരം വന്നാലും നമ്മുടെ സുഹൃത്ത് ബന്ധം കൊഴിയാതിരിക്കട്ടെ. ഓക്കെ, ഇന്നും ആ ഒരു സുഹൃത്ത് ബന്ധം പോകുന്നുണ്ട് കേട്ടോ. ഡിയർ ആര്യ, ബെസ്റ്റ് വിഷസ് യു ആര്യ. അതാരായിരുന്നു ഞാൻ ഓർക്കുന്നില്ലല്ലോ. ഡിയർ ആര്യക്കുട്ടി, ഇത് ബക്കറ്റ്, ഇത് സോപ്പ്, ഇത് വെള്ളം. ഇനി എങ്ങനെ പോയൊന്ന് കുളിക്കേടി ആര്യയെ. ഷോ അപമാനിച്ചു. ഡിയർ ആര്യ, ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ആതിര ഇന്നിവിടെ ജീവനോടില്ല, ഞാൻ ഓർക്കുന്നുണ്ട്. ചിലതെല്ലാം വായിക്കുമ്പോഴാണ് നമുക്ക് ചിരിയും, ചില ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് വിഷമവും ഉണ്ടാകാറുണ്ട്. ഇത് എൻ്റെ ഒരു ട്യൂഷൻ മിസ്സാണ്. ഡിയർ ആര്യ, എല്ലാവിധം നന്മകളും ചേർന്ന് കൊള്ളുന്നു. ഓക്കെ, ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്. ഡിയർ മൈ ഫ്രണ്ട്, സ്കൂളാകുന്ന ചെടിയിൽ പൂക്കളാകുന്ന നമ്മൾ 10ാം ക്ലാസ്സിൽ ഒരു കാറ്റിനാൽ ഈ സ്കൂൾ മുറ്റത്ത് പൊഴിയുന്നു. എന്നാലും ഒരു മായാത്ത ചിത്രം പോലെ നീ എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല എന്ന് നീ കരുതുക. എൻ്റെ ദൈവമേ, അന്ന് ഇവിടെ എന്നോട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഇന്നും ആ ഒരു കമ്പനി ഉണ്ട്, ഇന്നും അതേപോലെ തന്നെ നല്ലൊരു കമ്പനിയുണ്ട്. ആ ഒരു സെൻറ്റൻസൊക്കെ ഇവിടെ എന്തോ എഴുതി വെച്ചേക്കുന്നേ. ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല, പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. തീർന്നോ? മൈ ഡിയർ ആര്യ, അരി നന്നായി വരട്ടെ. ഇതെൻ്റെ അനിയനാണ്. മൈ ഡിയർ ആര്യ, ബ്രാക്കറ്റിൽ അരി നന്നായി വരട്ടെ ഞാൻ എൻ്റെ കുടുംബം. എന്താണ്, ഞാൻ ആ കുടുംബത്തിലില്ലയോ? ഓ ഡിയർ ആര്യ, ഹൃദയത്തിൻ്റെ മണിച്ചപ്പിൽ എന്നും സൂക്ഷിച്ചു വയ്ക്കാൻ ഈ കലാലയ ജീവിതത്തിലെ അനേക സന്തോഷങ്ങളും ദുഃഖങ്ങളും എന്നും നിനക്ക് കൂട്ടായിരിക്കട്ടെ. അതെ
കഴിഞ്ഞ കാലങ്ങൾ ഇത് എല്ലാവരുടെയും ഉണ്ടായിരുന്നെന്ന് തോന്നുമല്ലോ. കഴിഞ്ഞ കാലങ്ങൾ പൊഴിഞ്ഞു വീണ ഇലകളായി മാറുമ്പോൾ അനന്തമായ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നമ്മുടെ സൗഹൃദത്തിൻ്റെ സ്നേഹപ്പൂക്കൾ നിറഞ്ഞു നിൽക്കട്ടെ. ഇടയ്ക്കൊന്ന് മെസ്സേജ് അയച്ചായിരുന്നു. ഗോഡ് ബ്ലെസ് യു എന്താ ഒരു മിസ് അയച്ചു. എൻ്റെ മലയാളം ക്ലാസ് ടീച്ചർ. മറക്കിൽ ഒരിക്കലും മായാത്ത സൗഹൃദം മരണത്തിന് കഴിഞ്ഞ ഞാൻ മണ്ണോട് ചേരും വരെ. അന്ന് ഭയങ്കര കമ്പനി. ഇന്ന് ഒരൈഡിയയില്ല എവിടാ എന്തുവാ ഒന്നും അല്ല. എഫ് ബിയിലും ഇൻസ്റ്റയിലൊക്കെ ഫ്രണ്ട്, പക്ഷേ അവൾ ആക്റ്റീവ് അല്ല. ഒരു മെസ്സേജ് ഒന്നും അയക്കാറില്ല. ഞാൻ വയ്ക്കാൻ പോകുന്നില്ല. ഇനി ഇത്രയും തീർന്നു. ലാസ്റ്റ് ഒരു മിസ്സിൻ്റെ ഓൾ ദ ബെസ്റ്റ് കൊണ്ട് കൂടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ചിലതെല്ലാം വളരെയധികം ചിന്തിപ്പിച്ചു, വളരെയധികം ചിരിപ്പിച്ചു. ചിലപ്പോൾ ഒരു ഇമോഷൻസൊക്കെ ആയ സമയങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. ഓക്കെ, ബൈ.